നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ. പെരുന്നാൾ നമസ്കാരത്തോടെ ഈദ് ആഘോഷങ്ങൾക്ക് തുടക്കം. മസ്ജിദുകളിലും വിവിധ കേന്ദ്രങ്ങളിലും ഈദ്ഗാഹുകൾ. ഒമാനിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. റംസാൻ 30 പൂർത്തിയായതോടെയാണ് ഒമാൻ ഈദിനെ വരവേൽക്കുന്നത്. രാജ്യത്തെ പൌരന്മാർക്കും പ്രവാസികൾക്കും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഈദ് ആശംസകൾ നേർന്നു. ലഹരിക്കെതിരെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളും നടത്തുന്ന ക്യാമ്പയിനെ പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം ഷുഹൈബ് മൗലവി. ശത്രുതയുടെയും കുറ്റകൃത്യങ്ങളുടെയും ആളുകളുമായി സഹകരിക്കരുത്. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ നിൽക്കണമെന്നും ഇമാം. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ വേദി കൂടിയായിരുന്നു ഇത്തവണ ഈദ്ഗാഹുകൾ. മലപ്പുറം മഅദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിന് ശേഷം SYS ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജനനിര എന്ന് പേരിട്ട ക്യാമ്പയിൻ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് കിണാശ്ശേരി പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടെ അതേ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ്. 10 ദിവസത്തേക്ക് മുൻകൂർ അനുമതി വാങ്ങിയ ഗ്രൗണ്ട് ക്ഷേത്രസമിതി ഈദ്ഗാഹിനായി വിട്ടു നൽകുകയായിരുന്നു. ഈദ് ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെറുപ്പിന്റെ രാഷ്ട്രീയം വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെയും മൈത്രിയുടെയും കൈകോർക്കലുകളിലൂടെ ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി. ചെറിയ പെരുന്നാൾ ഓർമ്മയുടെ വലിയ ആഘോഷമാകട്ടെ എന്നും മുഖ്യമന്ത്രി. ഉംറ തീർത്ഥാടനത്തിന് പോയ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് കുട്ടികളടക്കം 3 പേർ മരിച്ചു. ഷിഹാബ് കാപ്പാടിന്റെ ഭാര്യ ഷഹല, മകൾ ആലിയ, മിസ്ഹബ കൂത്തുപറമ്പിന്റെ മകൻ ദക്വാൻ എന്നിവരാണ് മരിച്ചത്. കുട്ടികൾ അപകട സ്ഥലത്തും ഷഹല ആശുപത്രിയിലുമാണ് മരിച്ചത്. എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റഡ് പതിപ്പ് ഇന്നു മുതൽ തിയേറ്ററുകളിൽ. 3 മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ ചിത്രത്തിന് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് അടിയന്തര അനുമതി നൽകുകയായിരുന്നു. വിവാദങ്ങൾക്കിടയിലും ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. 3 ദിവസം കൊണ്ട് വിദേശത്തു നിന്ന് മാത്രം ചിത്രം നേടിയത് 85 കോടിയാണ്. നടൻ മോഹൻലാൽ തന്നെയാണ് ഈ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 50ാം ദിവസം. ഇന്നു മുതൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നീക്കം. സമരവേദിയിൽ ഇന്ന് മുടിമുറിച്ച് പ്രതിഷേധം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാർഷിക ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നികുതി സ്ലാബുകളും നിരക്കുകളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നികുതി ഘടന തെരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിവർഷം 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. കൂടാതെ മാസശമ്പളക്കാർക്ക് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് കിഴിവിനും അർഹതയുണ്ടായിരിക്കും. അതായത് 12,75,000 രൂപ വരെ ശമ്പളമുള്ള ഒരു വ്യക്തിയെ നാളെ മുതൽ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും. സംസ്ഥാനത്തെ പുതിയ നികുതി നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഭൂനികുതി സ്ലാബുകളിലും കോടതി ഫീസുകളിലും നാളെ മുതൽ വർധന നിലവിൽ വരും. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ നികുതിയും കൂടും. ഭൂമിയുടെ പാട്ടം നിരക്കുകളിലും നാളെ മുതൽ പരിഷ്കരിച്ച തുക ഈടാക്കി തുടങ്ങും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും. വിലയനുസരിച്ച് നികുതിയിൽ മാറ്റം വരും. ടൂറിസ്റ്റ് ബസ് നിരക്ക് വർദ്ധിക്കും. കോൺട്രാക്ട് കാരേജ് നികുതി ഘടന ഏകീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ തീരുമാനിച്ചതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാവുക. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇനി മുതൽ 50% നികുതി. ചെക്ക് കേസുകൾക്ക് സംസ്ഥാനത്തെ കോടതി ഫീസ് ഇപ്പോൾ 10 രൂപ. ഇനി മുതൽ ചെക്കിലെ തുകയനുസരിച്ച് ഫീസും കൂടും. നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക 10,000 രൂപ വരെയാണെങ്കിൽ 250 രൂപയും 10,000 മുതൽ 3 ലക്ഷം വരെയാണെങ്കിൽ തുകയുടെ 5%വും വസ്തു സംബന്ധമായ കുടുംബ കോടതികളിലെ കേസുകളുടെ ഫീസും വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ കോടതി ഫീസ് 200 രൂപയാക്കി. 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5% ഫീസ്. പുതിയ സാമ്പത്തിക വർഷം നാളെ ആരംഭിക്കാനിരിക്കെ നികുതിദായകരെ കാത്ത് നിരവധി മാറ്റങ്ങൾ. UPI ഇടപാടുകളിൽ തുടങ്ങി ആദായ നികുതി നിയമങ്ങളിൽ വരെ വലിയ മാറ്റങ്ങളാകും ഏപ്രിൽ 1 മുതൽ നിലവിൽ വരിക. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി മുതൽ ആദായ നികുതി നൽകേണ്ടി വരില്ല. ATMിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും. നേരത്തെ ഒരാളിൽ നിന്ന് 17 രൂപയായിരുന്നു ഫീസായി ഈടാക്കിയിരുന്നത്. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം ഇത് 19 രൂപയാകും. ഇതിനു പുറമെ മിനി സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് പരിശോധിക്കൽ തുടങ്ങിയ ബാങ്കിതര സേവനങ്ങൾക്ക് നിലവിൽ ഈടാക്കുന്ന 6 രൂപയിൽ നിന്ന് 7 രൂപയായി വർദ്ധിപ്പിച്ചു. ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നാളെ മുതൽ നടപ്പിലാക്കും. ഏകദേശം 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിലയിരുത്തൽ. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ളവർക്ക് അവസാന 12 മാസത്തെ
ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ പെൻഷൻ ലഭിക്കും. 10 വർഷമെങ്കിലും സർവീസുള്ളവർക്ക് പ്രതിമാസം കുറഞ്ഞത് 10,000 രൂപ പെൻഷൻ ഉറപ്പാക്കും. ജീവനക്കാരൻ ആകസ്മികമായി മരിച്ചാൽ ലഭിച്ചിരുന്ന തുകയുടെ 60% ആശ്രിതർക്ക് കുടുംബ പെൻഷനായി നൽകും. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം വീണ്ടും അവതാളത്തിൽ. ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ നൽകുന്ന നടപടികൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവച്ചു. ഏറെ പേരുടെയും അപേക്ഷകളും EPFO തള്ളിക്കളഞ്ഞു. 2022-ൽ പെൻഷനേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും ഉത്തരവ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ EPFO. അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിനെ ജീവനക്കാരുടെ നിവേദനം. തിരുവനന്തപുരം വർക്കല പേരേറ്റിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് റിക്കവറി വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം. സംഭവം നടന്ന ഉടൻ ഇയാൾ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഉത്സവം കണ്ട് മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. കൊട്ടാരക്കരയിൽ കോഴി കയറ്റി വന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:30-ക്ക് പുനലൂർ ഭാഗത്തു നിന്നും വന്ന വാഹനം കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിൽ ഇടിച്ചാണ് വാഹനം നിന്നത്. അമിത വേഗതയിലെത്തിയ വാഹനം വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചുഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഫ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം. മംഗളൂരുവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമിച്ച 2 മലയാളികൾ പിടിയിൽ. ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിലെ ഒരാൾ രക്ഷപ്പെട്ടു. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇളമാട് സ്വദേശി രാധാകൃഷ്ണൻ പിള്ളയുടെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരും. രഹസ്യ അറയുണ്ടാക്കി 2000-ഓളം ചെറു പാക്കറ്റുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അയൂർ, ഓയൂർ, ചടയമംഗലം, കടക്കൽ മേഖലകളിൽ വിതരണത്തിനായി എത്തിച്ചിരുന്നവയാണ് ഇത്. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മകളുടെയും മരണത്തിൽ കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെ ഗാർഹിക പീഡനം നടന്നതായി പോലീസ്. കോടതി ഉത്തരവ് ലംഘിച്ച് ഭർത്താവ് ജോമോൻ 2 തവണ ആക്രമണം നടത്തിയതായാണ് FIR. ജനുവരി 25-നും മാർച്ച് 15-നും ജോമോൻ ഭാര്യയെ ആക്രമിച്ചു. ജനുവരി 25-ന് മുഖത്തടിച്ച് പരുക്കേൽപ്പിച്ചു. മാർച്ച് 15-ന് വൈദ്യുതി വിച്ഛേദിച്ചത് തടയാൻ ശ്രമിച്ചപ്പോൾ അലൂമിനിയം ഏണി കൊണ്ട് കുത്തി. തെളിവുകളടങ്ങിയ മൊബൈൽ ഫോൺ ജോമോൻ തകർത്തതായും പോലീസ്. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുമിടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 4 ദിവസത്തേക്ക് ശക്തമായ വേനൽ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. അവധിക്കാല നിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് AC സ്പെഷ്യൽ ട്രെയിൻ റെയിൽവേ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 4 മുതൽ മെയ് 5 വരെ ട്രെയിൻ സർവീസ് നടത്തും. വെള്ളിയാഴ്ചകളിൽ രാത്രി 10-ന് ബംഗളൂരു SMVT ടെർമിനലിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരം നോർത്തിലെത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15-ന് ട്രെയിൻ തിരിച്ചു പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 7:30-ന് ബംഗളൂരുവിലെത്തും. ദേശീയ വാർത്തകൾ. ഹിമാചൽ പ്രദേശിൽ കുളുവിലെ മണികരണിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും ആളുകൾ അതിനിടയിൽ പെടുകയുമായിരുന്നു. ബാങ്കുകളെ മോദി സർക്കാർ പണം ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ ഏജന്റുമാരാക്കി മാറ്റിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. സേവിംഗ്സ് അക്കൌണ്ടുകളിലും ജൻധൻ അക്കൌണ്ടുകളിലും മിനിമം ബാലൻസ് കാത്തുസൂക്ഷിക്കാത്തതിനാൽ 2018-നും 2024-നും ഇടയിൽ മോദി സർക്കാർ 43,500 കോടി രൂപയെങ്കിലും ഊറ്റിയെടുത്തിട്ടുണ്ടെന്ന് ഖാർഗെ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ജനങ്ങളെ കൊള്ളയടിക്കാൻ മറ്റ് ബാങ്ക് ചാർജുകളുണ്ടെന്ന് ഖാർഗെ വിശദീകരിച്ചു. 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ BJP സർക്കാർ രൂപീകരിച്ചത് തലസ്ഥാനത്തെ രാമരാജ്യത്തിന്റെ തുടക്കമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. പിതംപുരയിൽ നടന്ന ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ.
ഉത്തർപ്രദേശിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. പ്രയാഗ്രാജിലെ കന്റോൺമെന്റ് ഏരിയയിൽ ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. വ്യോമസേന സിവിൽ എഞ്ചിനീയർ SN മിശ്രയാണ് കൊല്ലപ്പെട്ടത്. 51 വയസ്സായിരുന്നു. തെലങ്കാനയിൽ ഒരേ ചടങ്ങിൽ വെച്ച് 2 യുവതികളെ വിവാഹം ചെയ്ത യുവാവ്. കൊമരം ഭീം ആസിഫാബാദ് ജില്ലയിലാണ് സംഭവം. ലിംഗാപൂർ ഗുംനൂർ സ്വദേശിയായ സൂര്യദേവനാണ് ഒരേ സമയം ലാൽ ദേവി, ചൽക്കാരി ദേവി എന്നീ യുവതികളെ വിവാഹം ചെയ്തത്. വയനാട്ടിൽ ചത്ത ആടുകളെ കാട്ടിലെറിഞ്ഞ സംഘത്തെ വനം വകുപ്പ് പിടികൂടി. രാജസ്ഥാനിൽ നിന്നുള്ള ആട് വിൽപ്പനക്കാരായ 4 പേരെയാണ് ബേഗൂർ റേഞ്ച് സംഘം പിടികൂടിയത്. ബേഗൂർ റേഞ്ചിലെ കാട്ടിനുള്ളിൽ ലോറി കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ആടുകളുടെ ജഡം കണ്ടെത്തിയത്. യുകെയിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ചും പാർക്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ജോഗിംഗ് ചെയ്തും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ UK സന്ദർശനം. സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. മമതാ ബാനർജി X പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമ അക്കൌണ്ടുകളിൽ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വാർത്തകൾ. ശക്തമായ ഭൂകമ്പത്തിൽ 1700 പേർ മരിച്ച മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. അയൽരാജ്യമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ മരണസംഖ്യ 18 ഉയർന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണ് 76 തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനം തീപിടിച്ച സംഭവത്തിൽ യുക്രൈനിന്റെ ഇടപെടൽ സംശയിച്ച് റഷ്യ. അടുത്തിടെ പുടിനെക്കുറിച്ച് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന പരാമർശത്തെയാണ് റഷ്യ സംശയിക്കുന്നത്. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ശീതയുദ്ധം സമാധാന ചർച്ചകളെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ പുതിയ ആണവ കരാറിന് തയ്യാറാകണമെന്ന് രൂക്ഷമായ ഭാഷയിൽ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോംബാക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഇറാൻ നിബന്ധനകൾക്ക് തയ്യാറാകാത്ത പക്ഷം കൂടുതൽ തീരുവകൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ്. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമർശിച്ചതിൽ താൻ വളരെ ദേഷ്യത്തിലാണെന്നും ട്രംപ് ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് അമേരിക്ക അയച്ച കത്തിനുള്ള ആദ്യ പ്രതികരണമാണിത്. എന്നാൽ പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത അടഞ്ഞിട്ടില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഗാസയിൽ 9 അംഗ പലസ്തീൻ റെഡ് ക്രോസ് ആംബുലൻസ് സംഘത്തെ 7 ദിവസമായി കാണാനില്ല. ഈ മാസം 23-ന് രൂക്ഷമായ ഇസ്രയേൽ ബോംബാക്രമണം നടക്കുന്നതിനിടെ തെക്കൻ ഗാസയിലെ റഫയിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ആരോഗ്യ പ്രവർത്തകരുടെ സംഘത്തെ പിന്നീട് ബന്ധപ്പെടാനായിട്ടില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചുവെന്നതിൽ ആശങ്കയുണ്ടെന്ന് രാജ്യാന്തര റെഡ് ക്രോസ് സൊസൈറ്റി പറഞ്ഞു. ജർമ്മൻ സ്റ്റാർട്ടപ്പായ ഇസാർ എയ്റോസ്പേസ് വിക്ഷേപിച്ച റോക്കറ്റ് 40 സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീണു. നോർവേയിലെ ആർട്ടിക് ആൻഡോയ സ്പേസ് പോർട്ടിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഒമാനിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് 577 തടവുകാർക്ക് മോചനം നൽകി ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന തടവുകാരാണ് മോചിപ്പിക്കപ്പെടുന്നത്. മോചിതരാകുന്ന സ്വദേശികളുടെയും വിദേശികളുടെയും പേര് വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. ബിസിനസ് വാർത്തകൾ. മെഗാ സെയിൽ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. പേ ഡേ സെയിൽ പ്രകാരം യാത്രക്കാർക്ക് 1429 രൂപ മുതൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 2025 മാർച്ച് 31 വരെയാണ് ബുക്ക് ചെയ്യാനാവുക. പേയ്മെന്റുകൾ, റീഫണ്ടുകൾ നൽകില്ല. സജീവമായി ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകളിൽ ഏപ്രിൽ 1 മുതൽ UPI സേവനം ലഭിക്കില്ല. തട്ടിപ്പും അനധികൃത ഇടപാടുകളും തടയുന്നതിന് അത്തരം നമ്പറുകൾ വിച്ഛേദിക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും പേയ്മെന്റ് സേവന ദാതാക്കളോടും നിർദ്ദേശിച്ചു. സേവനം തടസ്സപ്പെടാതിരിക്കാൻ ഉപയോക്താക്കൾ അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണം. UPI സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് മുൻപ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകും. കായിക വാർത്തകൾ.
IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 റൺസിന്റെ ജയം. 182 റൺസ് നേടിയ രാജസ്ഥാൻ റോയൽസിനെതിരെ മറുപടി ബാറ്റിംഗിൽ 176 റൺസിന് ചെന്നൈ ഒതുങ്ങി. സീസണിൽ രാജസ്ഥാന്റെ ആദ്യ ജയമാണിത്. രാജസ്ഥാന്റെ വിക്കറ്റുകൾ ഓരോന്നായി നഷ്ടപ്പെട്ടപ്പോൾ രക്ഷകനായി നിന്നത് 36 പന്തുകളിൽ നിന്ന് 81 റൺസ് നേടിയ നിതീഷ് റാണ. 10 ഫോറുകളും 5 സിക്സും സഹിതമാണ് നിതീഷിന്റെ ഇന്നിംഗ്സ്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 7 വിക്കറ്റ് ജയവുമായി ഡൽഹി ക്യാപിറ്റൽസ്. ടോസ് ലഭിച്ച് ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് 163 റൺസിന് എല്ലാവരും പുറത്തായി. ഹൈദരാബാദ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 16 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. 27 പന്തിൽ 30 റൺസ് എടുത്ത ഫാഫ് ഡ്യൂപ്ലേസിയാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. ഇതിഹാസ താരങ്ങൾ നേർക്കുനേർ പോരാടിയ മത്സരത്തിൽ ബ്രസീൽ ലെജൻസിന് ജയം. IM വിജയൻ നേതൃത്വം നൽകിയ ഓൾ ഇന്ത്യ സ്റ്റാർസിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ബ്രസീലിനായി ഗോളുകൾ നേടിയത് വിയോളയും റിക്കോർഡോ ഒലിവേരയും. ഇന്ത്യയ്ക്കായി ആശ്വാസ ഗോൾ നേടിയത് ബിബിയാനോ ഫെർണാണ്ടസ്, റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടങ്ങുന്നതായിരുന്നു ബ്രസീൽ നിര. സിനിമാ വാർത്തകൾ. സൗബിൻ ഷാഹിറും ദീപക് പറമ്പേലും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. തട്ടും വെള്ളാട്ടം എന്നാണ് സിനിമയുടെ പേര്. തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മൃദുൽ നായരാണ്. അഖിൽ കെയും മൃദുലും ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.